മാനുഷിക മൂല്യത മനസ്സിലാക്കിയാൽ അത് തന്നെയാണ് ഫെമിനിസം. അവളും മനുഷ്യശ്രീയാണ്, ഞാനും മനുഷ്യശ്രീയാണ്. അവൾക്കും വിശപ്പുണ്ട്, എനിക്കും വിശപ്പുണ്ട്. ഒരു പെൺകുട്ടി ഈ അവസ്ഥയിലെത്താനുള്ള കാരണം നിങ്ങൾ കൂടിയാണ് എന്ന് മുഖത്ത് നോക്കി പറയാൻ എനിക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എനിക്ക് നഷ്ടപ്പെട്ടാൽ പ്രശ്നമൊന്നുമില്ല. ഒരു സംഘടനയും അവളെ ഒന്ന് വിളിച്ചിട്ടില്ല, അവളെ ഒന്ന് കാണാൻ പോയിട്ടില്ല, അവളെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടില്ല. ഇപ്പൊ ഈ വിധി വരുമ്പോ വെറുതെ അവളോടൊപ്പം എന്ന് പറയുകയല്ലാതെ എന്താണ്? What is feminism from your point of view, and how can we different the real feminist and the pseudo feminist? ഫെമിനിസം എന്ന വാക്കിന് അത്ര വലിയ ഡെഫിനിഷന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആർക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഫെമിനിറ്റി എന്ന വാക്കൊക്കെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത്. മാനുഷിക മൂല്യത മനസ്സിലാക്കിയാൽ അത് തന്നെയാണ് ഫെമിനിസം. അവളും മനുഷ്യശ്രീയാണ്, ഞാനും മനുഷ്യശ്രീയാണ്. അവൾക്കും വിശപ്പുണ്ട്, എനിക്കും വിശപ്പുണ്ട്. അവൾക്കും വേദനയുണ്ട്, എനിക്കും വേദനയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തീർന്നു. അത്രയേ ഉള്ളൂ. അതിന് പിന്നെ ഇംഗ്ലീഷിൽ ഒരു വാക്കെടുത്ത് വെച്ചിരിക്കുന്നു ഫെമിനിസ്റ്റ് എന്ന്. അത് മനസ്സിലാകാതെ ആ തുല്യത കൊടുക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ മനസ്സില്ല എന്ന് പറയുന്നിടത്താണ് ഫെമിനിറ്റി എന്ന വാക്ക് ഇവിടെ ഉണ്ടാകുന്നത്. പിന്നെ നേരത്തെ ഇപ്പൊ ഇവിടെ പറഞ്ഞ മാതിരി ഒരു കാലത്തില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, അന്ന് ഞാൻ ജീവിച്ച ഒരു കാലഘട്ടമാണ്. ഞാൻ പഠനം നടത്തിയതോ എഴുതിയതോ അല്ല, ഞാൻ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. തിയേറ്ററിൽ ഒരിക്കലും ആരാണ് നിങ്ങളുടെ നടൻ എന്ന് ചോദിച്ചിട്ടില്ല, ആരാണ് സംവിധായകൻ എന്നായിരുന്നു അന്നത്തെ കാലത്ത് ചോദിച്ചിരുന്നത്. അത് മാറി ഇന്ന് ആരാണ് നടൻ എന്നാണ് ചോദിക്കുന്നത്. അത് എന്നാണ് അത് ഉണ്ടായി തുടങ്ങിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് ഞങ്ങളുടെ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സംഘടനകൾ എപ്പോഴും പുരുഷാധിപത്യ സ്വഭാവമുള്ള സംഘടനകളാണ് നമ്മളിവിടെ കാണുന്നത് ഭൂരിഭാഗം. അപ്പൊ നമ്മൾ വളരെയധികം ആഗ്രഹിച്ചു ഒരു സംഘടനയിലെങ്കിലും സ്ത്രീകൾ തലപ്പത്ത് വരണം എന്ന്. പക്ഷെ വന്നിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇവിടെ കിട്ടിയില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം. കാരണം അവരും പുരുഷന്മാരുടെ വാക്കുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സ്ത്രീ രൂപമുണ്ട് എന്ന് മാത്രം. അവർ പറയുന്നതെല്ലാം തന്നെ പുരുഷന്മാർ പിറകിൽ നിന്ന് എന്റെ ഒരു തൊഴിൽ വെച്ച് നോക്കിയ ഡബ് ചെയ്യാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ മറ്റൊരാളുടെ ശബ്ദം അവർ ഡബ് ചെയ്യുന്ന മാതിരി തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ ചോദിച്ച ചോദ്യവുമായി ബന്ധമില്ലെങ്കിൽ കൂടി ഞാൻ പറയാം, എന്റെ ഏറ്റവും വലിയ വേദന എന്നത് ഈ പെൺകുട്ടി ഇവിടെ ഇത് അനുഭവിച്ചപ്പോൾ ഇവിടെയുള്ള ഒരു സംഘടനയും അവളെ ഒന്ന് വിളിച്ചിട്ടില്ല, അവളെ ഒന്ന് കാണാൻ പോയിട്ടില്ല, അവളെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടില്ല. ഇപ്പൊ ഈ വിധി വരുമ്പോ വെറുതെ അവളോടൊപ്പം എന്ന് പറയുകയല്ലാതെ എന്താണ് ഈ അവളോടൊപ്പം ചെന്നാൽ കൈക്കൊന്ന് പിടിക്കൂ, അവളെ ഒന്ന് ചേർത്ത് പിടിക്കൂ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന് ഒരാള് പോലും ഇവിടെ പറയുന്നില്ല. പിന്നെ നിങ്ങൾക്കെല്ലാം അറിഞ്ഞുകൂടാത്ത കുറെ അധികം അനീതികൾ ഇവിടെ ഇൻഡസ്ട്രിക്കുള്ളിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പൊ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒരാളെ കണ്ടു. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ ഒരു നടന് വേണ്ടി ഇവിടെ കിടന്ന് എല്ലാവരും ഒളിവിൽ പോയി നെട്ടോട്ടം. ആ നടൻ തിരുവനന്തപുരത്ത് ഒരു നടന്റെ വീട്ടിലായി. ആ നടനെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കണ്ടപ്പോ നിങ്ങളൊക്കെ കൂടെയാണ് ഇങ്ങനെ ഒരു ഇത് ഇവിടെ ഉണ്ടാക്കിയത്. ഒരു പെൺകുട്ടി ഈ അവസ്ഥയിലെത്താനുള്ള കാരണം നിങ്ങൾ കൂടിയാണ് എന്ന് മുഖത്ത് നോക്കി പറയാൻ എനിക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എനിക്ക് നഷ്ടപ്പെട്ടാൽ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നത്